ഹായ്, എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വ്ലോഗാണ്. ഒരു സാധാരണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ, രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു 2-3 റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ സമയം ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ പെട്ടെന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കണം. ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും പ്ലെയിൻ ദോശയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിന്നെ പുറത്തൊന്നും പോയി കഴിക്കാത്തത് കൊണ്ട് മസാല ദോശ കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ, തേങ്ങ തിരുമിയതും ഒക്കെ ഇരിപ്പുണ്ട്. ജസ്റ്റ് മസാല ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ മസാലയ്ക്കായിട്ട് ഞാനൊരു 2 സവോള, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ മസാല ദോശയുടെ മസാലയിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ സവോള ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളകും എടുക്കാം. ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. അതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ സമയം ഇപ്പോൾ 6:45 ആയിട്ടുണ്ട്. മോന് 7:30 ആകുമ്പം ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി മസാല ഉണ്ടാക്കണം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പം ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കടലപ്പരിപ്പ്, നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ. മിക്സ്ചറിലിടുന്ന പൊട്ടുകടലയല്ല. ഒരു 1/2 ടീസ്പൂണാണ് കടലപ്പരിപ്പ് ഇട്ടത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നിറമൊന്നും മാറേണ്ട, സവോള നല്ലതായിട്ട് വാടിയാൽ മാത്രം മതി. സവോള വാടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ആ പൊടി ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ ആ പച്ചപ്പ് ഒന്ന് മാറണം. ഇനി ഇതിനകത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇടാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ്, 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം, അത്രയും മതി. ഇത് ഒരുപാട് ലൂസായി പോകരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ക്യാരറ്റൊക്കെ വേവണം. അതുപോലെ ക്യാരറ്റിന് സവോളയൊക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആവണം. ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടെ ഒന്ന് ആ മസാലയൊക്കെ പിടിക്കുകയും വേണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തിയും അരച്ച് ദോശയും റെഡിയാക്കാം. അപ്പം ഇതിപ്പോൾ സാധാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന മാവാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അവലൊക്കെ ചേർത്ത് മറ്റേ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് വേറെ മാവ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പം ഈ മാവ് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇഡലി മാവിൻ്റെ പരുവത്തിനായിരുന്നു മാവരച്ചത്. കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അയൺ പാനിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റും ആയിരിക്കും, കുറച്ചും കൂടി നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യുമേ. എനിക്കത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കി വെക്കാൻ ഇച്ചിരി പാടാണ്. കാരണം ലോഡ്ജിൻ്റെ പാനാണ്, നല്ല വലുതുമാണ്, നല്ല വെയിറ്റുമാണ് അതിന്. അപ്പോൾ അത് പിന്നെ ക്ലീൻ ചെയ്തൊക്കെ വെക്കാൻ പാടായതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ കുറച്ച് എണ്ണ തേച്ച് നല്ല മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് മസാലയും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തൽക്കാലം മോനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം മസാല ദോശയൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മോന് മാത്രം 2 ഉണ്ടാക്കി. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി, ഇത് സാധാ ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങ, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഉപ്പിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തു. അത്രേ ഉള്ളൂ. പിന്നെ കടുകും താളിച്ചു.
അപ്പോൾ മോന് ആഹാരമൊക്കെ കൊടുത്ത് അവന് ക്ലാസ് തുടങ്ങി. കുറച്ച് പാത്രങ്ങളുണ്ട്, ഒരു 4-5 പാത്രം രാവിലെ ഉണ്ടാക്കിയതാണ്. അത് തൽക്കാലം ഇപ്പോൾ കഴുകുന്നില്ല, വേറെ കുറച്ച് പണിയുണ്ടതാ. ഇന്നലെ രാത്രി കുറച്ച് ഉഴുന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 11 മണിയൊക്കെ ആയപ്പം ഒരു കപ്പ് ഉഴുന്ന് ഞാനിതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ തന്നെ അരച്ചു വെച്ചിട്ട് വൈകിട്ട് വട ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് നേരം ഈ മാവ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വട ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട്, പുറമേയൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട കിട്ടും, നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കണ പോലെ. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാൻ പോവാണ്. എത്രത്തോളം വെള്ളം കുറച്ച് അരയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക, നമുക്ക് വട ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഒരു 2 ടീസ്പൂൺ വെള്ളം കേട്ടോ, അത്രത്തോളമൊക്കെ ചേർത്തിട്ടുള്ളൂ. 3 പ്രാവശ്യമായിട്ടിട്ടാണ് ഞാൻ അരച്ചത്. അപ്പം ഇതിലെല്ലാം കൂടി ഒരു 6 ടീസ്പൂൺ വെള്ളം ഉണ്ടാവും. പിന്നെ അരയ്ക്കുമ്പം ഒരുപാട് സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കുക. പക്ഷേ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഉഴുന്നൊന്നും തട്ടരുത്, ചെറിയൊരു തരി ഉണ്ടായാലും കുഴപ്പമില്ല. ഇനി ഇതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, ഇത് ഇളക്കാനുള്ള എളുപ്പത്തിന് കേട്ടോ, മറ്റേത് ചെറിയ പാത്രമായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അരിപ്പൊടിയും ഉഴുന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൈവച്ച് തന്നെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ പോവാണേ. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് നല്ല ലൈറ്റായിട്ട് വരണം, ആ കട്ടി മാറി നല്ല സ്മൂത്തായിട്ട് ഒരു ക്രീം പോലെ ആയി വരണം. അതുവരെ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. കൈവച്ച് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്, സ്പൂണും വിസ്കും ഒക്കെ ഉപയോഗിക്കുന്നേക്കാളും. കാരണം നമ്മളിപ്പോൾ ദോശമാവൊക്കെ ഉണ്ടാക്കിയിട്ട് കൈവച്ച് മിക്സ് ചെയ്യണമെന്ന് പറയൂലേ, നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് മാവ് കുറച്ചും കൂടി പൊങ്ങിയൊക്കെ വരാനായിട്ടാണ്. ഓക്കെ, അപ്പം ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് ബീറ്റ് ചെയ്തു. ഇതിൻ്റെ പരുവമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നത്, നമ്മൾ മാവ് ഇങ്ങനെ കൈവച്ചെടുക്കുമ്പോൾ അതിനൊട്ടും വെയിറ്റ് കാണരുത്, ക്രീമൊക്കെ ഇങ്ങനെ എടുക്കുന്ന പോലെ നല്ല ലൈറ്റായിട്ട് തോന്നണം. ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഇതുപോലെ അടിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ മാവ് ഇനി ഒരു 7-8 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ പോലെ ഈ മാവ് കുറച്ചും കൂടെ പൊങ്ങി അത് കുറച്ചൊന്ന് ഫെർമെൻ്റ് ആയി വരാൻ എടുക്കുന്ന സമയത്തിൽ വ്യത്യാസം വരും, നമ്മൾ ദോശയൊക്കെ അരച്ച് വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. പുളിച്ചു പോകാതെ നോക്കണം കേട്ടോ, വടയ്ക്ക് അങ്ങനെ പുളിയില്ലല്ലോ. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വട ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് അടച്ച് വെക്കാം. പിന്നെയാണ് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്ന സമയം. ഇത് എഴുന്നേറ്റ് ഉടനെ കുടിക്കേണ്ട സാധനമാണ് കേട്ടോ, പക്ഷെ രാവിലെ പിന്നെ ഈ കുട്ടികളുടെ ആഹാരം ഉണ്ടാക്കുന്ന തിരക്ക് കൊണ്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ ഉലുവയും ജീരകവും ഒക്കെ അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് വെള്ളം മാത്രം കുടിക്കും. ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണോ എന്ന്. അങ്ങനെ നോക്കി കുടിക്കുന്നതല്ല, ഇതൊക്കെ നല്ല സാധനങ്ങളാണല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഡൈജഷനും ഒക്കെ ശരിയാവാനും ഇമ്മ്യൂണിറ്റി അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കുടിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം മോളെ വിളിച്ച് അവളെ റെഡിയാക്കാൻ. പിന്നെ മോളെ എഴുന്നേൽപ്പിച്ചു, അവളെ റെഡിയാക്കി ക്ലാസ്സിന് ഇരുത്തണം. ഒരു 9 മണി ഒക്കെ ആകുമ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഒക്കെ പാല് മാത്രമേ കൊടുക്കാറുള്ളൂ ക്ലാസ്സിന് മുന്നേ, കാരണം അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും കഴിച്ചു തീരാനായിട്ട്. അപ്പോൾ അവളെ ഒത്തിരി നേരത്തെ വിളിക്കേണ്ടി വരും. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ പാല് മാത്രം കൊടുക്കും. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഫുഡ് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. കുറേ നാളായി മസാല ദോശയൊക്കെ കഴിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് ഒത്തിരി നാളായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇപ്പം എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും കുറേ പേരൊക്കെ ഈ കാസ്റ്റ് അയൺ പാൻ എങ്ങനെയാണ് വൃത്തിയാക്കി വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സോപ്പിട്ട് തന്നെ കഴുകിയതിന് ശേഷം നല്ലോണം തുടയ്ക്കും, ഈർപ്പം ഇല്ലാണ്ട് തുടച്ചിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കും. അടുത്ത തവണ യൂസ് ചെയ്യുമ്പം ഒന്നും കൂടി കഴുകി എടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഈ എണ്ണ അങ്ങ് കഴുകി കളഞ്ഞിട്ട് കുക്ക് ചെയ്യും.
അപ്പോൾ ഞാനിന്ന് ഊണിനുള്ള കറിയും കൂടി അങ്ങ് റെഡിയാക്കി വെക്കുവാണ്. ജസ്റ്റ് കോളിഫ്ലവർ റോസ്റ്റ്, നാടൻ സ്റ്റൈലിൽ കോളിഫ്ലവർ റോസ്റ്റ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. കുറച്ച് തീയൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, പപ്പടമുണ്ട്. ഇപ്പം മീൻ കിട്ടാനില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കാറില്ല. ചിക്കൻ അങ്ങനെ എല്ലാ ദിവസവും കഴിക്കാനൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിലൊരു 2 ദിവസമൊക്കെ ചിക്കൻ എടുക്കുള്ളൂ. ബാക്കി ദിവസം വെജിറ്റേറിയനും മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കളഞ്ഞ് കോളിഫ്ലവർ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കോളിഫ്ലവർ ഒന്ന് വറുത്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഒരു 1 ടീസ്പൂൺ ചേർക്കാം. ഞാൻ ജസ്റ്റ് മൈദ മാത്രമേ ഇട്ടുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഒരല്പം വെള്ളം ഒഴിക്കാം. ജസ്റ്റ് ആ മസാല എല്ലാം ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. നല്ലോണം ആ കോളിഫ്ലവറിൻ്റെ പീസുകളിലെല്ലാം ആ മസാല അങ്ങ് പിടിച്ചിരിക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ മതി. ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കുകയൊന്നും വേണ്ട. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. പക്ഷേ കോളിഫ്ലവർ നന്നായിട്ട് വേവണം. കാരണം പിന്നെ മസാലയിൽ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ഇത് വേവിക്കുന്നില്ല. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കോളിഫ്ലവർ വെന്തിട്ടുണ്ടാവണം. അപ്പോൾ കോളിഫ്ലവർ എല്ലാം തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നമ്മളിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നല്ലതായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറി സവോള നല്ലോണം കുറച്ചും കൂടി മൊരിഞ്ഞ് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. സവോള മൊരിഞ്ഞ് വരുമ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒന്നല്ല കേട്ടോ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് പൊടികൾ മൂത്ത് വരണം. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. തക്കാളി നല്ലതായിട്ട് വെന്ത് വരണം. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു 5 മിനിറ്റ് ഇത് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കണം. സവോളയൊക്കെ കുറച്ചും കൂടി വെന്ത് സോഫ്റ്റായി വരണം. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഗോബി മഞ്ചൂരിയനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മസാലയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര. കൂടിപ്പോരുത് കേട്ടോ, കുറച്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ വെള്ളമൊക്കെ കുറച്ചും കൂടി വറ്റി സവോളയൊക്കെ ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണം, കാരണം നമ്മൾ ഇനി കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുമ്പം അതിനകത്ത് കോട്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രേവി വേണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഞാനിന്നിപ്പോൾ നാടൻ നമ്മുടെ മട്ട റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ മാത്രമല്ല, ബാസ്മതി റൈസും ചപ്പാത്തിയും അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി. അപ്പോൾ എൻ്റെ വൈകിട്ട് വരെയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് അധികം ജോലികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഈ വീട്ടിലോട്ട് വന്ന സമയം തൊട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതിങ്ങനെ വാളിൽ ഫിറ്റ് ചെയ്ത്, അതായത് വാളിൽ ഹാങ് ചെയ്ത് വെക്കാനെന്ന് വിചാരിച്ചാണ് വാങ്ങിയത്. സാധനം മാത്രമേ വാങ്ങിയുള്ളൂ, പക്ഷെ വാളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അത് കിട്ടിയില്ല. കാരണം പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ആമസോണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണത് കിട്ടിയത്. അപ്പോൾ ഇന്ന് അതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു.
എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കോട്ടൊക്കെ ഉണ്ടല്ലോ, ഇതുപോലുള്ള നല്ല ഇൻസ്പിറേഷണൽ കോട്ട്സ് ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. നിത്യവഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ തീയലാണ്, അമ്മ കൊണ്ടു തന്നതാണ്. അവിടെ വീട്ടിലുണ്ടായ നിത്യവഴുതനങ്ങ വെച്ചുണ്ടാക്കിയ തീയൽ, കോളിഫ്ലവർ റോസ്റ്റ്, പപ്പടം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് ചായക്കുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കാം. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച മാവാണിത്. കണ്ടോ, നല്ലോണം പൊങ്ങി അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ആയാൽ മതിയേ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, പുളിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലതായിട്ട് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നാൽ മതി. ഇപ്പം ഈ മാവ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൈവച്ച് ഇനി ഒരുപാട് ഇത് ഇളക്കരുത്. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് മാവ് പിന്നെയും ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്തൊക്കെ ഇടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഈ മാവിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാവേ. ഞാൻ ഇന്ന് സവോളയും ഉപ്പും മാത്രമേ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് പച്ചമുളക്, കുരുമുളക്, അതുപോലെ ഇഞ്ചി ഒക്കെ ചേർക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അവർക്ക് ഈ പച്ചമുളകും കുരുമുളകും ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സവോളയുടെ പകുതിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ സവോളയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി മാവ് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ഉഴുന്നുവടയ്ക്ക് ചെയ്യണ പോലെ തന്നെ. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിന് അങ്ങനെ കറക്റ്റ് ഷേപ്പ് ഒന്നും നോക്കാറില്ല കേട്ടോ. പറ്റുന്ന പോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് ഇതുപോലെ കൈ വെച്ച് തന്നെ എടുത്തിടാറാണുള്ളത്. ജസ്റ്റ് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഉരുട്ടിയെടുത്ത് വിരൽ വെച്ചൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ചിലർ നല്ല സ്പൂണിൻ്റെ പുറകിലൊക്കെ വെച്ച് നല്ല ഷേപ്പാക്കിയൊക്കെ ഇടാറുണ്ട്. എനിക്ക് അത്രയും മെനക്കെടാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാം. നമ്മൾ ഉഴുന്നുവട കണ്ടോ നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ മാവ് ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതുപോലെ നല്ലോണം പൊങ്ങി വരുന്നത് കേട്ടോ. ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമേയൊക്കെ നല്ല മുരിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിന് ഞാനൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിടാം. വെള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ അതേ ചട്നി റെഡിയായി. ഞാനിതിന് കടുക് താളിക്കാറില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് താളിച്ച് ചെയ്യാം. നമ്മുടെ വട കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല മൊരിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. ആരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല മൊരിഞ്ഞ് കിട്ടും. നല്ല അടിപൊളി ഉഴുന്നുവട. പിന്നെ വടയൊക്കെ എപ്പോഴും നല്ല ചൂടായിട്ട് കഴിക്കണം കേട്ടോ, എന്നാലേ മുരിഞ്ഞൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വടയൊക്കെ ഉണ്ടാക്കിയ സമയം കൊണ്ട് തന്നെ ഇവിടെ ചായയും റെഡിയായി. ഇന്ന് ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ ചായയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു സാധാരണ ദിവസം, ഒരുപാട് സ്പെഷ്യലൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.